Healthy Hour. Healthy Hour. ഹലോ നമസ്കാരം. ജനഫം 90.8 എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹെൽത്തി അവറിലേക്ക് സ്വാഗതം. ഹെൽത്തി അവറിൽ കൂടെയുള്ളത് ഞാൻ ആർജിത റീസയാണ്. ആൻഡ് ഇന്ന് എൻ്റെ കൂടെയുള്ളത് അനീഷ് പേവിയാണ്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കല്ലിശ്ശേരി ചെങ്ങന്നൂരിൽ മൾട്ടി ഓർഗൻ ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന ഇദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കാനാണ്. ഓർഗൻ ഡൊണേഷൻ. ഇന്നും നമ്മുടെ ഇടയിൽ ഒരുപാട് തെറ്റിദ്ധാരണകളും മിത്തുകളും നിലനിൽക്കുന്ന ഒരു വിഷയമാണ് അവയവദാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് സംബന്ധിച്ച് ഒരുപാട് വിവരങ്ങൾ നമുക്കിന്ന് അറിയാം, ചോദിക്കാം. അപ്പോൾ സാർ നമസ്കാരം, ഹെൽത്തി അവറിലേക്ക് സ്വാഗതം. നമസ്കാരം. അപ്പൊ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്ന ഒരു വിഷയമാണ് അവയവദാനം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഓർഗൻ ഡൊണേഷൻ ഡേയുടെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട്? അവയവദാനത്തെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ഇന്നും പല തെറ്റിദ്ധാരണകളും ഭയങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓർഗൻ ഡൊണേഷൻ ഡേ പോലെയുള്ള അവസരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അവയവദാനം എന്നത് നമ്മൾ മരണത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വിഷയം മാത്രമായി ചില ആളുകൾ കാണുന്നുണ്ട്. മറ്റൊരാൾക്ക് ജീവൻ നൽകുന്നതിനെ കുറിച്ചും അതിൽ പ്രതിപാദിക്കേണ്ടതുണ്ട്. ഈ മസ്തിഷ്ക മരണാനന്തര അവയവദാനം പറയുമ്പോൾ ഒരു വ്യക്തിയുടെ മരണത്തോടെ അവസാനിക്കുമായിരുന്ന ജീവിതം അദ്ദേഹത്തിന്റെ അവയവദാനത്തിലൂടെ നിരവധി കുടുംബാംഗങ്ങൾക്ക് പ്രതീക്ഷയായി മാറാം. അതിനാൽ ശാസ്ത്രീയമായ വിവരങ്ങൾ സമൂഹത്തിലെത്തിക്കുകയും നിലനിൽക്കുന്ന സംശയങ്ങൾ മാറ്റുകയും ആളുകളെ സ്വമേധയാ തീരുമാനം എടുക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇത്തരം ദിനങ്ങളുടെ പ്രധാന ലക്ഷ്യം. ഓക്കെ, ഇപ്പോ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, അവയവദാനത്തിലൂടെ ഒരുപാട് പേർക്ക് ജീവൻ ലഭിക്കുന്നു എന്നുള്ളത്. ഈ ഒരു കാര്യം നമുക്ക് അറിയാമെങ്കിൽ പോലും നമ്മൾ ഇതിനൊരു ശാസ്ത്രീയ വശം അല്ലെങ്കിൽ മെഡിക്കൽ വശത്തിലേക്ക് പലരും ചിന്തിക്കാറില്ല. അപ്പോൾ നമ്മൾ ഒരാൾക്ക് നമ്മുടെ ഈവൻ കണ്ണാണെങ്കിൽ പോലും അവയവദാനം ചെയ്യുമ്പോൾ എത്ര ആളുകളുടെ ജീവൻ വരെ നമുക്ക് ഒരു വ്യക്തിക്ക് രക്ഷിക്കാൻ സാധിക്കും? അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് രണ്ട് കാര്യങ്ങളായി വേർതിരിച്ച് മനസ്സിലാക്കണം. ഒന്ന്, നമ്മൾ ജീവിച്ചിരിക്കുന്ന അവയവദാനവും മസ്തിഷ്ക മരണാനന്തര അവയവദാനവും. ജീവിച്ചിരിക്കുന്ന ഒരാൾ അവയവദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നമ്മൾ ആരൊക്കെയാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഒരു കിഡ്നി പേഷ്യന്റ് ആവാം, അല്ലെങ്കിൽ ലിവർ പേഷ്യന്റ് ആവാം, അവരുമായി നമ്മുടെ ഏത് ട്രാൻസ്പ്ലാന്റ് സെന്ററിലാണോ, അതായത് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ അനുമതി നൽകിയിട്ടുള്ള കേരളത്തിലെ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് സെന്റർ വഴി മാത്രമേ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ സാധ്യമാകുള്ളൂ. അപ്പോൾ ലൈവ് ഡൊണേഷനകത്ത് ചെയ്യുമ്പോൾ ഈ ഡോണറും റെസിപ്പിയന്റും ഈ ഹോസ്പിറ്റൽ, അതായത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഹോസ്പിറ്റൽ സെലക്ട് ചെയ്യുകയും അവിടെ അപ്രോച്ച് ചെയ്യുകയാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ മരണാനന്തര അവയവദാനം ആണ് നമ്മൾ വഴി അവയവം കിട്ടുന്നതിന് വേണ്ടി അതും ഇതുപോലെ തന്നെയാണ്. ആദ്യം തിരഞ്ഞെടുക്കേണ്ടത് ഏത് ഹോസ്പിറ്റലിലാണോ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ട്രാൻസ്പ്ലാന്റ് ലൈസൻസ് ഉള്ള ഏത് ഹോസ്പിറ്റലിലാണോ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഹോസ്പിറ്റൽ വഴിയാണ് ഗവൺമെന്റിന്റെ അണ്ടറിൽ ഞാൻ ഇത് പറഞ്ഞ കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഗവൺമെന്റ് ഓർഗനൈസേഷന്റെ അണ്ടറിൽ ആശുപത്രി വഴി രജിസ്റ്റർ ചെയ്യുന്നത്. ഒരു അവയവദാതാവ് അല്ലെങ്കിൽ ഒരു ഓർഗന്റെ ലഭ്യതയ്ക്ക് അനുസരിച്ച്, മസ്തിഷ്ക മരണാനന്തര അവയവദാതാവിന്റെ ഓർഗന്റെ ലഭ്യതയ്ക്ക് അനുസരിച്ച് ഈ പറയുന്ന ഗവൺമെന്റ് ഓർഗനൈസേഷൻ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് വിവരം കൊടുക്കുകയും ഹോസ്പിറ്റലിൽ നിന്ന് അതേസമയം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള രോഗികൾക്ക് ഇൻഫർമേഷൻ നൽകുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ അപ്പോൾ ആ ഒരു വ്യക്തിക്ക് അവയവങ്ങൾ ദാനം ചെയ്യണമെങ്കിൽ ഏതൊക്കെ അവയവങ്ങളായിരിക്കും ദാനം ചെയ്യാൻ സാധിക്കുക? ജീവിച്ചിരിക്കുമ്പോഴും മരണാനന്തരം ദാനം ചെയ്യുന്ന അവയവങ്ങൾ വ്യത്യാസമുണ്ട്. അതായത് ജീവിച്ചിരിക്കുമ്പോൾ പ്രധാനമായും ഒരു വൃക്ക, കരളിന്റെ ഒരു ഭാഗം തുടങ്ങിയവയാണ് സാഹചര്യത്തിനനുസരിച്ച് ദാനം ചെയ്യാൻ കഴിയുന്നത്. പക്ഷെ നേരെ മറിച്ച് മരണാനന്തരം അവയവദാനം നടക്കുമ്പോൾ ഹൃദയം, ശ്വാസകോശം, കരൾ, വൃക്കകൾ, പാൻക്രിയാസ്, ചെറുകുടൽ തുടങ്ങിയ അവയവങ്ങളും കൂടാതെ കണ്ണിന്റെ കോർണിയ, ഹൃദയവാൽവുകൾ, അസ്ഥി, ത്വക്ക് തുടങ്ങിയ ടിഷ്യൂസും ദാനം ചെയ്യാൻ സാധിക്കും. എന്നാൽ ഏത് അവയവം ദാനം ചെയ്യുക എന്നത് ഈ മസ്തിഷ്ക മരണാനന്തരം മരണം സംഭവിച്ച വ്യക്തിയുടെ ആ സമയത്തെ ആരോഗ്യസ്ഥിതിയും മരണകാരണവും പരിശോധനാ ഫലങ്ങൾ തുടങ്ങിയവയെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അവയവദാനം ചെയ്യുന്നതിനുള്ള ഒരുപാട് മാനദണ്ഡങ്ങളും നിബന്ധനകളും ഉണ്ട്. ഇത് പക്ഷെ പലർക്കും അറിയില്ല. അപ്പൊ ആ ഒരു കാര്യം ഒന്ന് ബ്രീഫായിട്ട് പറയാമോ? ഇന്ത്യയിൽ എവിടെയും ലിവിംഗ് ഡൊണേഷൻ ആണെങ്കിലും മസ്തിഷ്ക മരണാനന്തര അവയവദാനം ആണെങ്കിലും നടക്കുന്നത് 1994 പാസ്സാക്കപ്പെട്ടുള്ള ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻ ആക്ട് എന്ന് പറയുന്ന നിയമത്തിന്റെ അന്തസത്തയെ ഉൾക്കൊണ്ടുകൊണ്ടാണ്. ഈ മെഡിക്കലി പറയുമ്പോൾ ലിവിംഗ് ഡൊണേഷനിൽ കർശനമായ മെഡിക്കൽ പരിശോധനകൾക്ക് ദാതാവ് വിധേയനായതിനു ശേഷം മാത്രമേ, പൂർണ്ണ ആരോഗ്യവാനായ ദാതാവാണെന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ അവയവദാനത്തിന്റെ കാര്യങ്ങളായി മുന്നോട്ട് പോവുകയുള്ളൂ. അത് ശാരീരികമായും മാനസികമായും ഒരു ദാനം ചെയ്യാനായിട്ട് ഡോണർ യോഗ്യനായിരിക്കണം
ശ്രദ്ധിക്കണം, ദാനം സ്വമേധയാ സമ്മർദ്ദമോ സാമ്പത്തിക പ്രലോഭനമോ ഇല്ലാതെയായിരിക്കണം. ദാതാവിന്റെയും സ്വീകർത്താവിന്റെയും ബന്ധം സംബന്ധിച്ച നിയമപരമായ ആവശ്യകതകൾ അതിനകത്ത് പാലിച്ചിട്ടുണ്ടാവണം. ഇപ്പോ ബന്ധം എന്ന് പറയുമ്പോൾ ഈ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻ ആക്ട് അനുസരിച്ച് ബന്ധം റിലേറ്റഡ് അൺറിലേറ്റഡ് ഈ 2 കാറ്റഗറിയിലാണ് വരുന്നത്. അതിൽ റിലേറ്റഡ് എന്ന് പറയുന്നത് നമ്മുടെ അച്ഛൻ, അമ്മ, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, സിബ്ലിങ്സ്, മുത്തച്ഛൻ, മുത്തശ്ശി, ഇതൊഴിച്ച് ബാക്കിയുള്ള എല്ലാം ബന്ധുവേതര അവയവദാനം അല്ലെങ്കിൽ അൺറിലേറ്റഡ് ഡൊണേഷൻ ആണ്. അപ്പോൾ ഒരു അൺറിലേറ്റഡ് ഡൊണേഷനിൽ വരുന്ന ഇപ്പോൾ നമ്മുടെ ഒരു അച്ഛന്റെ അനിയനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു അമ്മാവനോ ആരായാൽ പോലും നിയമം ഇതിനെ അൺറിലേറ്റഡ് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ അതിനു വേണ്ട എല്ലാ നിയമ വ്യവസ്ഥകളും അതിനുവേണ്ട എല്ലാ ലീഗൽ ഡോക്യുമെന്റ്സും നമ്മൾ ഈ വിവിധ അതോറിറ്റിയിൽ നിന്ന് വാങ്ങിക്കുകയും അത് ഗവൺമെന്റിന്റെ ഓതറൈസേഷൻ കമ്മിറ്റി മുൻപാകെ അത് സമർപ്പിക്കുകയും അവർ ഈ ഡോണറിനെയും ഡോണറിന്റെ ഫാമിലി, അതായത് ദാതാവിന്റെ ഫാമിലിയെയും ഇന്റർവ്യൂ ചെയ്യും. അതോടൊപ്പം തന്നെ റെസിപ്പിയന്റിന്റെ അടുത്ത ബന്ധുക്കളെ ഇന്റർവ്യൂ ചെയ്തതിനു ശേഷം ഇത് യാതൊരുവിധ പ്രതിഫലേച്ഛയും ഇല്ലാതെ ഈ പറയുന്ന രോഗാവസ്ഥയിലുള്ള രോഗിയുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ അവയവദാനം നടക്കുന്നതെന്നാണ് കമ്മിറ്റി മുമ്പാകെ മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അത് കമ്മിറ്റി അതാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് വേറൊരു പരപ്പരന ഇല്ല, വേറെ യാതൊരുവിധ ഫിനാൻഷ്യൽ മോട്ടീവ് ഇല്ല എന്നുള്ളതാണ് കമ്മിറ്റി ചെക്ക് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ വിശദമായ മെഡിക്കൽ ഇവാലുവേഷൻ വേണം. എല്ലാ ഓർഗൻസിന്റെയും മൾട്ടി ഡിസിപ്ലിനറി ടീം ഡിപ്പാർട്ട്മെന്റ്, അതായത് ഇപ്പൊ കാർഡിയോളജി ഉണ്ട്, പൾമണോളജി ഉണ്ട്, ഗ്യാസ്ട്രോഎൻട്രോളജി ഉണ്ട്, ENT ഉണ്ട്, ഡെന്റൽ ഉണ്ട്, ഗൈനക്കോളജി ഉണ്ട്, അനസ്തീഷ്യ ഉണ്ട്. അപ്പൊ ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും വിഭാഗത്തിൽ നിന്നും ഡോണറിനെയും റെസിപ്പിയന്റിനെയും നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് അതാത് പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിന്റെ സർട്ടിഫിക്കറ്റും നമ്മൾ ഓതറൈസേഷൻ കമ്മിറ്റിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അവയവവിൽപ്പന ഒരു നിയമവിരുദ്ധമായ സംഭവമാണ് ആസ് പെർ ദ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻ ആക്ട്. ഓക്കെ സർ. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പലർക്കും അറിവില്ലാത്ത ഒരുപാട് കാര്യങ്ങളാണ്. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു അവയവം ദാനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ആ ഒരു അവയവമില്ലാതെ ഇനി നമ്മുടെ ജീവിതം ബാക്കി ഇല്ല എന്നിവരെ വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുമുണ്ട്. അപ്പോൾ അവയവദാനം ചെയ്ത ഒരു വ്യക്തിക്ക് ഇനി അതിന് ശേഷമുള്ള ഒരു സാധാരണ ജീവിതം നയിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ, എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാവുമോ, ഇങ്ങനെ തുടങ്ങിയ കുറേ സംശയങ്ങളുണ്ട്. അതിനൊരു ഉത്തരം കൂടി ആഗ്രഹിക്കുന്നു. ഒരു യോഗ്യനായ ഡോണറിനെ വളരെ വിശദമായി പരിശോധിച്ചതിന് ശേഷമാണ് ലിവിംഗ് ഡൊണേഷൻ അനുവദിക്കുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞതിൽ തന്നെയുള്ള ഈ മൾട്ടി ഡിപ്പാർട്ട്മെന്റ് കൺസൾട്ടേഷൻ അതിന് അനിവാര്യമാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു കിഡ്നി ഡോണറിന് ഒരു വൃക്ക ദാനം ചെയ്താലും സാധാരണ ജീവിതം നയിക്കാൻ സാധിക്കും. എന്നാൽ ഡോണറിന്റെ ആരോഗ്യസ്ഥിതി ജീവിതകാലം മുഴുവൻ ശ്രദ്ധിക്കുകയും ഒരു റെഗുലർ മെഡിക്കൽ ഫോളോ അപ്പ് നടത്തേണ്ടതും പ്രധാനമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൊണേറ്റ് ചെയ്താലും ഇല്ലെങ്കിലും നമ്മളൊരു 40 വയസ്സിന് ശേഷം അല്ലെങ്കിൽ ഒരു 35 വയസ്സിന് ശേഷം റെഗുലർലി മെഡിക്കൽ ചെക്കപ്പ് എല്ലാവരും നടത്തേണ്ടതാണ്. പിന്നെ ഒരു അവയവദാതാവ് കുറച്ചും കൂടി കൂടുതൽ കോൺഷ്യസ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഏതൊരു മേജർ സർജറിക്കും ഉള്ളതുപോലെ പെയിൻ ആണെങ്കിലും ചിലപ്പോൾ ബ്ലീഡിംഗ്, അനസ്തീഷ്യ റിലേറ്റഡ് ആയിട്ടുള്ള ചില എന്തെങ്കിലും ഒരു ഉണ്ടാവുമെന്നല്ല, ചില ഒരു കുറഞ്ഞ ശതമാനത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു സർജിക്കൽ റിസ്ക് ഇതിനകത്തുണ്ട്. അതിനാൽ ഡോണറിന്റെ സുരക്ഷയ്ക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണന നൽകുന്നത്. അപ്പോൾ മരണാനന്തരം ഒരാൾക്ക് എന്തൊക്കെ അവയവങ്ങളും അതുപോലെ തന്നെ ടിഷ്യൂസും ദാനം ചെയ്യാനുള്ള സാധ്യതകളുണ്ട്? മസ്തിഷ്ക മരണാനന്തരം അവയവദാനം ചെയ്യുമ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഹൃദയം, കരൾ, കിഡ്നി, ശ്വാസകോശം, പാൻക്രിയാസ്, ചെറുകുടൽ, പിന്നെ ടിഷ്യൂസിന്റെ ഇതിലേക്ക് വരുമ്പോൾ കോർണിയ, ഹാഡ് വാൾസ്, ബോൺ, സ്കിൻ, എല്ലാ ടിഷ്യൂസും ചെയ്യാം. നമുക്ക് ഒരു മരണാനന്തര അവയവദാതാവിന്റെ കുടുംബാംഗം അവയവദാനത്തിന് സമ്മതിക്കുമ്പോൾ അതുവഴി ഏറ്റവും കുറഞ്ഞത് ഒരു 8 ആളുടെ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി 8 കുടുംബങ്ങൾക്ക് അത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ഒരു സാഹചര്യമാണ് ഒരുക്കുന്നത്. സർ, ഇപ്പോൾ ഫാമിലീസ് ഒരുപക്ഷെ നമ്മുടെ ആ ഒരു വ്യക്തി കൺസെന്റ് ഒരു പ്ലഡ്ജ് എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഫാമിലി സപ്പോർട്ട് ചെയ്യാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യാറ്? ഒരു വ്യക്തി തന്റെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഓർഗൻ ഡൊണേഷന് വേണ്ടിയിട്ടുള്ള ആഗ്രഹം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അതായത് പ്ലഡ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും മസ്തിഷ്ക മരണം സംഭവിക്കുന്ന സമയത്ത് ആ ഹോസ്പിറ്റലിലെ അധികാരികൾ കുടുംബമായി സംസാരിക്കുകയും
വരികയും അവരുടെ സഹകരണം പൂർണ്ണമായും ഉറപ്പാക്കിയതിനു ശേഷം, സഹകരണം എന്നത് ഉദ്ദേശിക്കുന്നത് അവരുടെ ആ സമയത്ത് അവരുടെ സമ്മതം പൂർണ്ണമായും ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ അവയവദാനത്തിന്റെ നടപടിക്രമമായിട്ട് മുന്നോട്ട് പോകുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാനൊരു ഡോണർ കാർഡ് എടുത്തു, അല്ലെങ്കിൽ ഒരു ഓർഗൻ ഡൊണേഷന്റെ വില്ലിങ്നെസ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അതിനാൽ ഇനി കുടുംബത്തോടൊന്നും പറയേണ്ടതില്ല എന്ന സമീപനം ഒട്ടും ശരിയല്ല. ഡോണർ ആയിരിക്കാനുള്ള നമ്മുടെ ഒരു ആഗ്രഹം കുടുംബാംഗങ്ങളോട് മുൻകൂട്ടി തുറന്ന് സംസാരിക്കുകയാണ് ഏറ്റവും നല്ല മാർഗം. അതുവഴി ഇപ്പോൾ എന്തെങ്കിലും ഒരു മരണസമയത്ത് കുടുംബത്തിന്റെ അംഗങ്ങൾക്ക് ആ വ്യക്തിയുടെ ആഗ്രഹം ഇതായിരുന്നു എന്ന് അറിയുകയും അവർ തന്നെ മുന്നോട്ട് വരികയും ഉണ്ടാവുന്ന സാഹചര്യം കേരളത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എടുത്തു പറയേണ്ടത്, അവയവദാന സമ്മതപത്രം നിങ്ങൾ ഒപ്പിടുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കുടുംബാംഗങ്ങളോട് നിങ്ങളുടെ ഈ ആഗ്രഹം പൂർണ്ണമായും പറഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ സാർ, നമ്മൾ ബ്രെയിൻ ഡെത്തിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ മരണം സംഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏതൊരു ട്രീറ്റ്മെന്റ് പ്രക്രിയയിലും നമുക്ക് ഗോൾഡൻ അവർ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ ഒരു സമയം വളരെ ക്രൂഷ്യൽ ആയിരിക്കും. അപ്പോൾ അവയവദാനത്തിന് ഇങ്ങനെ ഒരു ക്രൂഷ്യൽ ടൈമിംഗ് ഉണ്ടോ? തീർച്ചയായും. ഇതിൽ ഒരു മസ്തിഷ്ക മരണം അവയവദാനം പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് അത് ചിലപ്പോൾ മൊത്തമായി കഴിയുന്നതിന് ചിലപ്പോൾ ഒരു 24 to 30 hours ചിലപ്പോൾ വേണ്ടി വന്നിരിക്കാം. പക്ഷേ നമ്മൾ അവയവദാനത്തിന്റെ സമയത്ത് ഈ റിട്രൈവൽ, അതായത് അവയവം എടുക്കുന്നതിന് വേണ്ടി സർജറി ചെയ്ത് അവയവം എടുത്തു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഹാർട്ട്, കിഡ്നി, ലങ്സ്, നമ്മൾ ഈ പറഞ്ഞ സോളിഡ് ഓർഗൻസ് എടുത്തു കഴിഞ്ഞാൽ ആ ഓരോ ഓർഗൻസിനും ഒരു കോൾഡ് ഇസ്കീമിക് ടൈം എന്ന് പറഞ്ഞ സ്പെസിഫിക് ആയിട്ടുള്ള ടൈം ഉണ്ട്. അത് ഇപ്പൊ ഹാർട്ട് ആണെന്നുണ്ടെങ്കിൽ ഒരു 4 to 6 hours ഉള്ളിൽ തന്നെ ഈ റിട്രൈവ് ചെയ്ത ഓർഗൻ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ലങ്സ് ആണെങ്കിൽ 4 to 6 hours, ലിവർ ഒരു 8 to 12 hours, കിഡ്നിക്കാണ് ഏറ്റവും കൂടുതൽ ടൈം നമുക്ക് ലഭിക്കുക, ഏകദേശം 24 hours ഉണ്ട്. പക്ഷെ എന്തിനാ തന്നെ ഇതൊക്കെ സയന്റിഫിക്കലി നമ്മൾ ഈ കണക്ക് പറഞ്ഞുവെങ്കിൽ പോലും ആസ് ഏർലി ആസ് പോസിബിൾ നമ്മൾ റിട്രീവ് ചെയ്ത ഓർഗൻ സ്വീകർത്താവിന്റെ ശരീരത്തിലേക്ക് സർജറി വഴി ചെയ്യുക എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പ. ഓക്കെ. അപ്പോൾ ഇത് കൃത്യമായിട്ട് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇപ്പോഴും സമൂഹത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ അവയവദാനത്തെക്കുറിച്ച് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ സാറിൻ്റെ ഇത്രയേറെ വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് ഇപ്പോഴെന്തൊക്കെ മാറ്റങ്ങൾ നമ്മുടെ ചിന്താഗതിയിൽ വന്നതായിട്ട് സാറിന് തോന്നുന്നുണ്ട്? ആൻഡ് ഇപ്പോഴും നിലനിൽക്കുന്ന എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകളുണ്ടെന്ന് സാറിന് തോന്നുന്നുണ്ടോ? തെറ്റിദ്ധാരണകൾ പല രീതിയിൽ, ഇപ്പോൾ എന്താ പറയാ, ഈ ഇതിനകത്ത് മസ്തിഷ്ക മരണാനന്തര അവയവദാനത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില രീതിയിലുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മസ്തിഷ്ക മരണാനന്തര അവയവദാതാവ് ഒരു ഹാർട്ട് ബീറ്റിംഗ് ബ്രെയിൻ ഡെത്ത് ഡോണർ എന്ന് ആണ് പറയുന്നത്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നിയമപരമായിട്ട് അദ്ദേഹത്തിന്റെ ബ്രെയിനിന്റെ ഫംഗ്ഷൻ പൂർണ്ണമായും നിലച്ചിട്ടുണ്ടാവും. പക്ഷെ വെന്റിലേറ്ററിലായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള ഓർഗന്റെ പ്രവർത്തനം കുറച്ച് സമയത്തേക്ക് കൂടി നിലനിർത്താനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിലാണ്, പക്ഷെ ഈ വെന്റിലേറ്ററിലാണെങ്കിൽ പോലും ഇപ്പൊ ചെസ്റ്റ് മൂവ്മെന്റ് ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, പൾസ് ഉണ്ട്, എന്തൊക്കെ ഉണ്ടെങ്കിൽ പോലും മെഡിക്കലി ലീഗലി ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്തയാള് ഡെത്ത് ആണ്. പക്ഷെ ഇതിനകത്തൊരു വലിയൊരു വൈകാരികമായ ഒരു നിമിഷം എന്ന് പറയുന്നത്, ചിലപ്പോ ഈ ഒരു അവസ്ഥ കാണുമ്പോൾ കുടുംബാംഗങ്ങൾക്ക് ചിലപ്പോ ആ ഒരു അവസ്ഥയെ ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. അത് ചില സമയത്ത് അതൊരു പ്രതിസന്ധി ആയിട്ടുണ്ട്. കാരണം അവർ നോക്കും ചിലപ്പോൾ ഒരു കോമ സ്റ്റേജിലാക്കും. ഇതിനകത്ത് എടുത്തു പറയേണ്ട വേറൊരു കാര്യം കൂടെ ഉണ്ട്. കോമയും ബ്രെയിൻ ഡെത്തും അല്ലെങ്കിൽ കോമയും മസ്തിഷ്ക മരണവും രണ്ടും രണ്ടാണ്. മസ്തിഷ്ക മരണം എന്ന് വെച്ചാൽ മെഡിക്കലി ലീഗലി ഡെത്ത് ആണ്. കോമ എന്ന് പറഞ്ഞാൽ കോമയിലായ ആള് ചിലപ്പോൾ ഇന്നോ നാളെയോ ചിലപ്പോൾ 4 വർഷമോ കുറെ കഴിഞ്ഞിട്ടാണെങ്കിലും 40 വർഷം ചിലപ്പോൾ തിരിച്ചു വരാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. പക്ഷെ ബ്രെയിൻ ഡെത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അദ്ദേഹത്തിന് പൂർവ്വ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുകയില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു പ്രതിഭാസം ഇങ്ങനെ കാണുമ്പോൾ ചില കുടുംബാംഗങ്ങൾക്ക് ആ ഒരു ഏറ്റവും ഒരു വേദന ഉള്ള സമയം, ഒരു അൺഎക്സ്പെക്ടഡ് സമയത്തുള്ള ഒരു ഡീപ്പ് ഗ്രീഫ് സിറ്റുവേഷനിൽ അവർക്ക് ചിലപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റാറില്ല. ഇപ്പോൾ ചിലപ്പോൾ എന്താ പറയാ, ഒരു ആക്സിഡന്റ് നമ്മളൊരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഒരു വാഹനാപകടം, അല്ലെങ്കിൽ നമ്മൾ ഒരു ഫോൾ ഫ്രം ഹൈറ്റ്, നമ്മൾ എന്താ പറയാ ഒരു മുകളിൽ തെന്നി വീഴുകയോ താഴത്തോട്ട് വീഴുകയോ, അല്ലെങ്കിൽ സ്ട്രോക്ക് ഉണ്ടാവുന്നു. അങ്ങനെ പല രീതിയിൽ ഈ മസ്തിഷ്ക മരണത്തിലേക്ക് ചിലപ്പോൾ ആളുകൾ എത്തിപ്പെട്ടേ. അതെല്ലാം തികച്ചും അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു സമയത്ത് നടക്കുന്നതാണ്. അപ്പോൾ ആ വളരെ കുറച്ച് സമയത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അവരിൽ ഒരാളാണ് നമ്മുടെ കുടുംബത്തിൽ അത്രയും സ്നേഹത്തോടെയും കരുതലോടെയും നിന്ന്, ചിലപ്പോൾ ഒരു അച്ഛനാവാം, ഭർത്താവാം, മകനാവാം, മകളാവാം, ആരും ആവാം. അപ്പൊ ആ ഒരു സിറ്റുവേഷനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ അത് അതിന് തെറ്റല്ല, ചില സമയത്ത് പറ്റാതെ പോകുമ്പോഴും അതും ഈ മസ്തിഷ്ക മരണാനന്തര അവയവദാനത്തിന് ഒരു വെല്ലുവിളിയായിട്ടുണ്ട്. ശരിക്കും ലൈവ് ഡൊണേഷൻ അല്ല, മസ്തിഷ്ക മരണാനന്തര അവയവദാനത്തിൽ ഈ മരണപ്പെട്ട വ്യക്തിയുടെ അവയവത്തിന്റെ പ്രവർത്തനം അനുസരിച്ച് അവയവങ്ങൾ ദാനം ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അവയവദാനം ചെയ്തു കഴിഞ്ഞാൽ, മസ്തിഷ്ക മരണാനന്തര അവയവദാനം ചെയ്തു കഴിഞ്ഞാൽ അത് ശരീരം വികൃതമാക്കും എന്നുള്ള
അതൊക്കെ പണ്ടുണ്ടായിരുന്നതാണ്. പക്ഷെ ഇന്നിപ്പോ നോക്കുമ്പോൾ അതിനകത്തെല്ലാം ഒരു വളരെ വലിയൊരു മാറ്റം സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർക്കാരിന്റെ ഗവൺമെന്റിന്റെ ഒരു ഇടപെടലാണ്. ഗവൺമെന്റിന്റെ കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ ഇന്ന് കാസർഗോഡ് മുതൽ ഇവിടെ നമ്മൾ തിരുവനന്തപുരം വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇടവിട്ട ഇടവേളകളിൽ കോളേജുകള്, ക്ലബ്ബുകള്, അവിടെ എല്ലാം ജനകീയമാക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സ്ഥലങ്ങളിലേക്കും ഇറങ്ങിച്ചെന്ന് ബോധവൽക്കരണം സംഘടിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഒരു മാറ്റം പതിയെ നമ്മുടെ സമൂഹത്തിൽ വന്നു തുടങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന് വ്യക്തമായ നിയമ സംവിധാനം കേരളത്തിലുണ്ട്. ഒരു ഹോസ്പിറ്റലിൽ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരണം സംഭവിച്ച വ്യക്തിയുടെ അവയവം ഏത് രോഗികൾക്കാണ് എന്ന് പോകുന്നത് തീരുമാനിക്കുന്നത് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ ആണ്. ഗവൺമെന്റ് ഓഫ് കേരളയുടെ ഓട്ടോണോമസ് ബോഡിയായ KSOTO അല്ലെങ്കിൽ മൃതസഞ്ജീവിനി എന്ന് പറയുന്ന ഈ ഓർഗനൈസേഷൻ, കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഓർഗനൈസേഷനിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള രോഗികൾക്ക് മാത്രമേ മസ്തിഷ്ക മരണാനന്തര അവയവദാനം വഴിയുള്ള അവയവം ലഭ്യമാവുകയുള്ളൂ. ഒരു കാരണവശാലും ഒരു കുടുംബാംഗങ്ങളെയും നമ്മൾ പ്രഷർ ചെയ്തുകൊണ്ടോ പ്രലോഭിപ്പിച്ചുകൊണ്ടോ യാതൊരു കാരണവശാലും ഒരു അവയവദാനം നടക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ അവയവദാനം എന്ന ഈ ഒരു പ്രോസസ്സിനെ കുറിച്ച് ഒരുപാട് വിവരങ്ങൾ ഇന്ന് പങ്കുവെച്ചു കഴിഞ്ഞു, ഒരുപാട് തെറ്റിദ്ധാരണകളെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ സാർ ജസ്റ്റ് സൂചിപ്പിച്ചൊരു കാര്യമാണ്, ഒരുപാട് ചൂഷണങ്ങൾ നടക്കുന്ന ഒരു മേഖല കൂടിയാണ് അവയവദാനം എന്നുള്ളത്. ഒരുപാട് സിനിമകളിലൊക്കെ നമ്മൾ ഈ ഒരു വിഷയം ആസ്പദമാക്കി തന്നെ ഇന്ന് നടക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇത്തരം പ്രക്രിയകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു വ്യക്തി അവയവദാനം ചെയ്യുന്നത് ഒരു ചൂഷണത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ചതിക്കുഴിയിലേക്ക് വീഴാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊന്ന് പറയോ? മസ്തിഷ്ക മരണാനന്തര അവയവദാനം വഴി ഒരു ആളുകളും ചൂഷണത്തിന് ഇരയാവുകയില്ല. കാര്യം അത് കംപ്ലീറ്റ്ലി അവയവം വിന്യാസം നടത്തുന്നത് ഈ പറയുന്ന ഗവൺമെന്റിന്റെ മൃതസഞ്ജീവിനി എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ്. പല ആളുകളും ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അത് പ്രത്യേകിച്ച് ലൈവ് ഡൊണേഷൻ ആണ്. ഈ സോഷ്യൽ മീഡിയ, വാട്സാപ്പ് വഴിയൊക്കെ വരുന്ന അനധികൃത ഈ ഓർഗൻ ഡൊണേഷൻ ഓഫേഴ്സ് ഒക്കെ കാണുകയും അതിന്റെ പിന്നാലെ പോവുകയും പലരെയും ചതിക്കുഴിയിൽ മേടിക്കാറുണ്ട്. പിന്നെ ഓർഗൻ അതായത് അവയവം വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഉള്ള ഒരു ഇടപാടുകളിൽ ഒരു കാരണവശാലും ആരും ഏർപ്പെടാൻ പോകരുത്. പണം കൊടുത്ത കിഡ്നി അറേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗൻ അറേഞ്ച് ചെയ്യാം, അങ്ങനെയുള്ള വാഗ്ദാനങ്ങളിൽ ചില ആളുകൾ പെട്ടുപോകാറുണ്ട്. അത് അവരുടെ ആരുടെയും എന്താ പറയുക ആ ഒരു അവസ്ഥയിൽ ചിലപ്പോൾ ജീവിതത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവ് എന്ന നിലയിൽ ചിലപ്പോൾ ഈ പറയുന്ന ആളുകളെ എന്താ പറയാ ഈ രോഗിയും അവരുടെ ബന്ധുക്കളും വിശ്വസിച്ചു പോകും. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കുക. ഒരു കൃത്യമായ ഞാൻ ഈ പറഞ്ഞ ലൈസൻസ് ട്രാൻസ്പ്ലാന്റ് സെന്ററിൽ പോയി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അവയവദാനത്തിന്റെ പ്രോസസ്സ് അല്ലെങ്കിൽ അവയവമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയുടെ പ്രോസസ്സുമായിട്ട് മുന്നോട്ട് പോവുക. ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻ ആക്ട് പറയുന്ന എല്ലാ ലീഗൽ പ്രൊസീജിയറും കൃത്യമായി പാലിക്കുക. എന്തെങ്കിലും സംശയമുള്ള സാഹചര്യത്തിൽ കേരള ഗവൺമെന്റിന്റെ KSOTO എന്ന് പറയുന്ന ഓർഗനൈസേഷനെ ഏത് സമയത്തും ബന്ധപ്പെടാം. എന്തെങ്കിലും നമുക്കൊരു സംശയം തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംശയ നിവാരണത്തിന് ഗവൺമെന്റ് ഓർഗനൈസേഷനെ ബന്ധപ്പെടാം. ഇത് ശരിക്കും അവയവദാനം ഒരു മനുഷ്യസേവ പ്രവൃത്തിയാണ്, അതിനൊരു വ്യാപാരമായി കാണാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഇന്നും ആൾക്കാരുണ്ട് അവയവദാനം കാത്തിരിക്കുന്ന രോഗികൾ ഒരുപാടുണ്ട്. പക്ഷേ ലഭ്യമാകുന്ന അവയവങ്ങളുടെ എണ്ണവും വലിയൊരു വിടവിലാണ്, അതായത് വലിയൊരു ഗ്യാപ്പ് ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഉണ്ട്. അപ്പോൾ ഇത് നികത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ചിന്തിച്ചു തുടങ്ങേണ്ട അല്ലെങ്കിൽ നമ്മൾ സ്വയം മാറി തുടങ്ങേണ്ട ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ 13-ാം തീയതി വേൾഡ് ഓർഗൻ ഡൊണേഷൻ ഡേ ആയിക്കൂടി നമ്മൾ ആചരിക്കുകയാണ്. സാറിന് എന്താണ് പറയാനുള്ളത്? നമുക്ക് അവയവദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ആഗ്രഹം പൂർണ്ണമായും നമ്മൾ കുടുംബാംഗങ്ങളുമായിട്ട് സംസാരിച്ചിട്ടുണ്ടാവണം. അതുപോലെ തന്നെ അവയവദാനത്തിന്റെ എണ്ണം കൂട്ടുക എന്നത് ലൈവ് ഡൊണേഷനേക്കാൾ ഉപരി നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടത് മസ്തിഷ്ക മരണാനന്തര അവയവദാനത്തിനാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. എല്ലാ ഹോസ്പിറ്റലുകളിലും പൊട്ടൻഷ്യൽ ബ്രെയിൻ ഡെത്ത് ഡോണറിനെ ഐഡന്റിഫൈ ചെയ്യുകയും നിയമപരമായി ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്യുകയും അതിനുശേഷം കുടുംബാംഗങ്ങളുടെ അവയവദാനത്തിന്റെ സാധ്യതയെക്കുറിച്ച് ആരായുകയും ഒക്കെ ചെയ്യുക. പിന്നെ മെയിനായിട്ടും ഓർഗൻ ഡൊണേഷന്റെ അവയർനെസ് സാധാരണ ജനങ്ങളിലും ജനറൽ പബ്ലിക്കിന്റെ ഇടയിൽ വർദ്ധിപ്പിക്കുക. സ്കൂളിലും കോളേജുകളിലും ഓർഗൻ ഡൊണേഷൻ അവയർനെസ് ക്ലാസുകൾ സംഘടിപ്പിക്കുക. പിന്നെ ഓർഗൻ ട്രാഫിക്കിംഗ് തടയുന്നതിനുള്ള ഇപ്പോഴത്തെ എല്ലാ സംവിധാനങ്ങളും ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് നമുക്ക് എന്താ പറയാ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ലൈവ് ഡൊണേഷനേക്കാൾ ഉപരി എപ്പോഴും നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത് മസ്തിഷ്ക മരണാനന്തര അവയവദാനത്തിനാണ്. എന്തുകൊണ്ടെന്നാൽ ഈ മരണപ്പെട്ട ഒരു വ്യക്തി മസ്തിഷ്ക മരണാനന്തര അവയവദാതാവ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 8 കുടുംബത്തിനെങ്കിലും തണലേകാൻ കഴിയുന്നതാണ്. ഒരു വ്യക്തിയുടെ
മരണത്തെ മറ്റൊരു ആളുടെ ജീവിതത്തിനുള്ള അവസരമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ഡൊണേഷൻ കൾച്ചർ സമൂഹത്തിൽ വളർത്തിയെടുക്കണം. അതാണ് ഏറ്റവും പ്രധാനം. താങ്ക് യു സോ മച്ച് സാർ. ഈ ഒരു ദിവസം ഞങ്ങളോട് ഇത്രയധികം കാര്യങ്ങൾ പറഞ്ഞു തന്നതിനും ഒരുപാട് സംശയങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകിയതിനും താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹെൽത്തി അവറിൽ നമ്മൾ ഇന്ന് അവയവദാനത്തെ കുറിച്ചാണ് സംസാരിച്ചത് അല്ലെ. അവയവദാനം എന്നത് ഒരു ജീവൻ രക്ഷിക്കൽ മാത്രമല്ല, മറിച്ച് അതൊരു വലിയ പ്രതീക്ഷയാണ് എന്നൊരു മെസ്സേജ് കൂടി നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലൂടെ ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആൻഡ് അനീഷ് സാറിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഞാൻ തിരികെ എത്താം. അതുവരെ ദിസ് ഇസ് മീ ആർജി തെരേസ signing off from Healthy Hour and keep on listening to Genefam 90.8. കേൾക്കാം, പാടാം, ആഘോഷിക്കാം. Healthy Hour.